അൽഹംദുലില്ലാഹ് ഈ കൊച്ചു ഇടങ്ങളിൽ റോട്ടിന്റെ മധ്യയാണെങ്കിലും റോട്ടിന്റെ സൈഡിലാണെങ്കിലും അൽഹംദുലില്ലാഹ് നമ്മുടെ നാട്ടുകാരെല്ലാം ഒരുമിച്ച് കൂടി ഇങ്ങനെയുള്ള ഒരു മജ്ലിസ് സംഘടിപ്പിക്കുമ്പോൾ ഇതിൽ നിന്ന് കിട്ടേണ്ട ഒരു സന്ദേശം നമുക്കുണ്ടാകും. നമ്മുടെ മസ്ജിദ് ജമാഅത്തുകാർ, വന്തടക്ക ജമാഅത്തിന്റെ കൂട്ടുകാർ നാളെ റബ്ബിന്റെ കോടതിയിലെത്തിയാൽ നാം ഒരു മസ്ജിദിന്റെ നേതൃഗരിമയിൽ നിൽക്കുമ്പോൾ പ്രസിഡന്റോ സെക്രട്ടറിയോ മെമ്പർമാരായിട്ടുണ്ടാകുമ്പോൾ നമ്മളോട് അള്ളാഹുവിന്റെ ചോദ്യമുണ്ടാകും. നിന്റെ ജീവിതകാലത്തിലെ, യൗവനകാലത്തിലെ, ജീവിതകാലത്തിലെ നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ പറയാൻ മറുപടി ഉണ്ടാകണം. എന്താണ് ആ മറുപടി? ഈ മജ്ലിസാണ്. അള്ളാഹുവെ, ജീവിതകാലത്തില് എൻ്റെ നാട്ടിൻ്റെ കൂട്ടുകാർക്ക്, എൻ്റെ നാട്ടിൻ്റെ ചങ്ങാതിമാർക്ക്, എൻ്റെ അടുത്ത കൂട്ടുകാർക്ക്, അവർക്കെല്ലാവർക്കും വേണ്ടി ഞാൻ കമ്മിറ്റിയിൽ മെമ്പറായി, കമ്മിറ്റിയിൽ പ്രസിഡന്റായി, സെക്രട്ടറിയായി ഉണ്ടാകുമ്പോൾ നമുക്കൊരു സ്വർഗത്തിന്റെ തോപ്പ് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. അള്ളാഹിന്റെ റസൂൽ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 14 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് പ്രഖ്യാപിച്ച സ്വർഗത്തിന്റെ തോട്ടമാണല്ലോ നാം ഇരിക്കുന്നത്. അള്ളാഹുവെ, ജീവിതകാലത്തിന് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞ വലിയൊരു കാര്യമാണ് എൻ്റെ നാട്ടുകാർക്ക് ഞാൻ കമ്മിറ്റിയിലുണ്ടാകുമ്പോൾ, ഞാനൊരു സംഘടന സംഘടിപ്പിച്ച് ആ സംഘടനയിൽ ഉണ്ടാകുമ്പോൾ ആ സംഘടന മുഖേന അള്ളാഹുവെ, നിന്റെ ദീനിന്റെ, നിന്റെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളിയ സ്വർഗത്തിന്റെ ഒരു തോട്ടം ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിൽ റംതടുക്ക എന്നുള്ള നാട്ടിൽ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. അതിലൂടെ എൻ്റെ ഉമ്മമാര്, എൻ്റെ പെങ്ങന്മാര്, എൻ്റെ കൂട്ടുകാര്, എൻ്റെ കൂട്ടാളികൾ എല്ലാവരും ഉപദേശം കേൾക്കാൻ വന്നു. നല്ല നസീഹത്തുകൾ ഉസ്താദന്മാരിൽ നിന്ന് കേട്ട് ആ നസീഹത്തിലൂടെ നമ്മൾക്കുള്ള കൂട്ടുകാരിൽ നിന്ന് 1-2 ആൾക്കാരോ, കയ്യിൽ എണ്ണപ്പെടുന്ന ആൾക്കാരോ അന്ന് മുതൽ നിസ്കരിക്കാൻ ആരംഭിച്ചു. അല്ലാഹുവേ, അന്ന് മുതൽ ആ നസീഹത്ത് കേട്ട് നന്നാകാൻ വേണ്ടി അവൻ ആഗ്രഹിച്ചു. ഈ ഒരു വാക്ക് പറയാൻ കിട്ടിയാൽ അതിനെക്കാട്ടും വലിയൊരു സന്തോഷമില്ല. അള്ളാഹുവിന്റെ അടുക്കൽ പറയാൻ കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, ഇങ്ങനെയുള്ള മജ്ലിസുകൾ ഉണ്ടാകുമ്പോൾ ആ മജ്ലിസ് എപ്പോൾ നമുക്ക് കിട്ടുന്നു അത് ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് കരുതി അവിടെ ഇരിക്കാൻ പോകണം. അതിനെല്ലാം ഒരു തൗഫീക്ക് വേണം. ഏത് മജ്ലിസിൽ ഇരിക്കണമെങ്കിൽ തൗഫീക്ക് ഉണ്ടാവും. ഈ മജ്ലിസിൽ ഇരിക്കാനുള്ള തൗഫീക്ക് അത് അള്ളാഹു നൽകുന്ന തൗഫീക്കാണ്. ഏറ്റവും വലിയ ഒരു ഭാഗ്യമുള്ള ആൾക്കാരാണ് നാം ഇവിടെ ഇരുന്ന്, ഞാനും നിങ്ങളും. ഈ സമയത്തിൽ കിടന്നുറങ്ങേണ്ട സമയത്തിൽ ഇശാ നിസ്കാരം കഴിഞ്ഞു, വീട്ടിൽ ഇരുന്ന് എന്തെങ്കിലും സംസാരിച്ച് സമയം കളയുന്നതിന് പകരം അള്ളാഹുവിൻ്റെ കോടാനക്കോടി മലക്കുകൾ ആശ്രയിക്കുന്ന ഈ മജ്ലിസിലേക്ക് വന്നിരുന്ന നാം ഏറ്റവും വലിയ അനുഗ്രഹീതരാണ്. ഈ മജ്ലിസിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ നാം ശുദ്ധനായ ഒരു മനുഷ്യനായിട്ട് മാറണം. ഉസ്താദുമാർ നൽകുന്ന നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങളിൽ നിന്ന് ആ ഉപദേശം നമ്മുടെ ജീവിതത്തിലും ജീവനത്തിലും അളവടിച്ച് കൊണ്ടുപോയാൽ മാത്രമാണ് ഈ വാദിന്റെ മജ്ലിസുകളെ കൊണ്ടെല്ലാം നമുക്ക് ഏറ്റവും വലിയ ഉപകാരപ്രദമാകുന്നു. അള്ളാഹു അങ്ങനെയുള്ള മജ്ലിസുകളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.